അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ സിനിമാറ്റിക് ലുക്സ് വരുന്ന സിമ്പിളായിട്ടുള്ള എഫക്ട്സുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കേട്ടോ. ബേസിക്കലി നമുക്ക് സിനിമാറ്റിക് ബാറിനെ കുറിച്ച് പറയാം, മിററിനെ കുറിച്ച് പറയാം, ലെൻസ് ഫ്ലെയറിനെ കുറിച്ച് പറയാം. ഓക്കെ, ഈ 3 കാര്യത്തിനെ കുറിച്ച് ആദ്യം പറയാം കേട്ടോ. പിന്നെ സെക്കൻഡ് പാർട്ടായിട്ട് പോസ്റ്ററൈസ് ടൈമും പിന്നെ റെട്രോ ലുക്കും എങ്ങനെ വരുത്താമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സിനിമാറ്റിക് ബാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആൾറെഡി ഞാൻ സെലക്ട് ചെയ്ത ഒരു വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടു. ഓക്കെ, ഈ സൗണ്ടിൻ്റെ ആവശ്യമില്ല, കൺട്രോൾ L നിൽക്കിയാൽ ഇത് വേർതിരിയും. എന്നിട്ട് എന്ത് ചെയ്ത് ഇത് ഞാൻ ബാക്ക് സ്പേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സിനിമാറ്റിക് ബാർസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ ഇതിലോട്ട് വലിച്ചിട്ടു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ക്രോപ്പ് എഫക്റ്റ് പറഞ്ഞ സംഭവമുണ്ട്. ക്രോപ്പ് അത് ട്രാൻസ്ഫോമർ ഫയലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിന് പ്രകാരം ഒരു ക്രോപ്പ് എഫക്റ്റ് എന്ത് ചെയ്തു, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ഇട്ടു. എന്നിട്ട് എഡിറ്റ് കൺട്രോൾസിൽ പോയിട്ട് എന്ത് ചെയ്യുക, ടോപ്പും ബോട്ടമും ആണല്ലോ ബാർസ്, സിനിമാറ്റിക് ബാർസ് ഇന്നായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താവണം, ഈ ഒരു മേലിന് അടിയിലേക്കും അടിയിൽ നിന്ന് മുകളിലോട്ടും ബ്ലാക്ക് ഇത് വരുന്നു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ടോപ്പിലൊരു 30% കൊടുക്കാം. ഓക്കെ, കണ്ട ഇവിടെ 13% ആയതുകൊണ്ട് ഓക്കെ. എന്നിട്ട് ഈ കീ ഫ്രെയിമെ കുറച്ച് ഇവിടേക്ക് വിടാം. പിന്നെ രണ്ടാമത് ഫസ്റ്റിൽ തുടക്കത്തിൽ കീ ഫ്രെയിമായിട്ട് നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, അതുപോലെ ബോട്ടമും എന്ത് കൊടുക്കുക, ഒരു 13% കൊടുക്കുക. എന്നിട്ട് കീ ഫ്രെയിം കൊടുത്ത് ആ കീ ഫ്രെയിം നേരെ ടോപ്പിൻ്റെ അതേ കീ ഫ്രെയിമിൻ്റെ അളവിൽ കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, തുടക്കത്തിലൊരു കീ ഫ്രെയിം 0 കൊടുത്ത്. ഓക്കെ, ഇനി ഇത് പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈസ് ഔട്ട് ചെയ്താൽ ഒന്നുകൂടെ ഭംഗിയാവും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്രീ ആയിട്ട് പെട്ടെന്ന് ഇതിലെങ്ങനെ നോക്കാം. കണ്ടങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ പ്ലസ് ഐക്കൺ നിൽക്കി ഒന്നുകൂടി സൂം ചെയ്ത് നമുക്കൊരു 5 ഫ്രെയിം 10 ഫ്രെയിം ആക്കാം. അപ്പോൾ അതിന് ഷിഫ്റ്റ് ആരോക്കി 2 പ്രാവശ്യം നിൽക്കി. ഓക്കെ, 10 ഫ്രെയിമായി, 15 ഫ്രെയിമായി. ആ 15 ഫ്രെയിം വരെ നമുക്കിങ്ങനെ വന്നാൽ മതി. നോക്കി പെട്ടെന്ന് വരുന്നുണ്ടോ. ഒരു 20 ഫ്രെയിം ആയിക്കോട്ടെ, കുറച്ചും കൂടെ ഞാൻ മുന്നോട്ടാക്കി, ഒരു 25 ഫ്രെയിം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സിനിമാറ്റിക് ബാർ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഔട്ടും ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ്, കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 13% ഉള്ള നേരെ തല തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, പോട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക, രണ്ടാമതായിട്ട് നമുക്ക് മിറർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, മിററിലോട്ട് പോയി. കണ്ടോ, ഈ മിറർ വീഡിയോ എഫക്റ്റിൽ പോയിട്ട് ഡിസ്റ്റോർട്ടിൽ പോയിട്ട് മിറർ അത് നേരെ ഇതിലോട്ട് ഇട്ടു. ഇനി എന്ത് ചെയ്യുക, എഫക്റ്റ് കൺട്രോൾസിൽ പോയി ഈ മിറർ കണ്ടങ്ങൾ അത് റിഫ്ലക്ഷന് ഒന്ന് വലുതാക്കട്ടോ. സോറി. ഓക്കെ, റിഫ്ലക്ഷൻ ആംഗിൾ എത്ര കൊടുക്കുക, 90 ആണല്ലോ. നേരെ കുത്തനെ നിൽക്കുക, വെർട്ടിക്കലായിട്ട് കൊടുക്കുക. അപ്പോൾ -90 കൊടുക്കുക. അപ്പോൾ നേരെ തല തിരിച്ചാവും. കണ്ടോ. ഇനി എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം ആൾറെഡി ചെയ്ത് വെച്ചൊരു ടെക്സ്റ്റ് ഉണ്ട്, അത് നേരെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിടാം. സ്റ്റോറി ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇനി നമ്മളെ സിനിമാറ്റിക് ബാർ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. സോറി കേട്ടോ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ നേരെ ഇതായതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ത് ചെയ്യുക, പിന്നോട്ട് തന്നെ വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതുള്ളത്, ഈ കീ ഫ്രെയിം ഉള്ളത്. നമ്മളിവിടെ കട്ട് ചെയ്താൽ എന്താവും, ഇവിടെ കീ ഫ്രെയിം എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി ഈ സിനിമാറ്റിക് ബാർ എന്നുള്ള ഈ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് ഇനി ഇത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. കണ്ട, ദി സ്റ്റോറി ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ഫോണ്ട് ഏതാ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അടിപൊളി ഫോണ്ടല്ലേ, മോഡേൺ ഫോണ്ട്. ഈ ഫോണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ടാൻ പേൾ എന്ന് പറഞ്ഞ ഒരു ഫോണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഫോണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഫോണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ പോയിട്ട് വീഡിയോ ട്രാൻസിഷനിൽ പോയിട്ട് ഡിസോൾവിൽ പോയിട്ട് ക്രോസ് ഡിസോൾവ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട, അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായ, ഇത് റിമൂവ് അട്രിബ്യൂട്ട്സ് കൊടുത്താൽ ഈ ഇത് പോവും. ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ബാക്ക് ബട്ടൺ നിൽക്കിയാൽ ഡിലീറ്റ് ആവും. ഓക്കെ, എന്ത് ചെയ്ത് ഞാൻ ക്രോസ് ഡിസോൾവോ ഡിപ്പിറ്റ് ബ്ലാക്കോ എന്ന് കൊടുക്കാം. ഡിപ്പിറ്റ് വൈറ്റും നമ്മൾ തൽക്കാലം ക്രോസ് ഡിസോൾവ് തുടക്കത്തിൽ കൊടുക്കാം. ഇനി ആ ടെക്സ്റ്റ് സാവധാനം വന്ന കണ്ടങ്ങൾ ഫോറസ്റ്റ് എന്തായി, മിററും ആയി. പിന്നെ സിനിമാറ്റിക് ഈ ഒരു സംഭവം എന്തായി, സിനിമാറ്റിക് ബാറും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പിന്നെ മിററും ക്രിയേറ്റ് ചെയ്ത്. ഇതൊക്കെ സിനിമാറ്റിക് ലുക്കാട്ടോ. നിങ്ങൾക്ക് ഇനി നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രൂപത്തിൽ പല ജാതി നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയണത് എന്താ പറയുക, ലെൻസ് ഫ്ലെയറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലും സ്റ്റോറി ഓഫ് ഇതും കുറച്ചൊന്ന് ഇങ്ങനെ നോട്ടെ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ക്ലിപ്പ് ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെൻസ് ഫ്ലെയർ ആണല്ലോ. ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എന്നിട്ട് പോയി ഈ എഫക്ട്സിൽ പോയിട്ട് ലെൻസ് ഫ്ലെയർ വീഡിയോ എഫക്റ്റിൽ പോയിട്ട് ജനറേറ്റ് പോയിട്ട് ലെൻസ് ഫ്ലെയറിൽ കൊടുത്ത്
ഇപ്പോൾ ഒന്ന് സ്ലോ ആവട്ടോ, കാരണം ഇത് നല്ല ഗ്രാഫിക്സ് ആയതുകൊണ്ടാണ് ഈ ചുവന്ന കളർ കാണിച്ചത്. റെൻഡർ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ നിൽക്കാൻ മതി. അപ്പോൾ നമ്മളതിന് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഇതുണ്ടല്ലോ, ഈ ലെൻസ് ഫ്ലെയർ റൈറ്റിൽ നിന്ന് വന്നിട്ട് ലെഫ്റ്റിലേക്ക് വരുന്ന രൂപത്തിൽ ഒരു ചെറിയ കീ ഫ്രെയിം ആഡ് ചെയ്ത് നോക്കാം. ലെൻസ് ടൈപ്പ് ഒരു 35 mm ആയിക്കോട്ടെ. ഓക്കെ, ഇനി ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ കുറച്ചൊന്ന് ഒരു 25%. അത് നിങ്ങളെ വീഡിയോൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫ്ലെയർ സെൻറ്റർ അപ്പം നിലവിലുള്ള ഉണ്ടാ ഈ ഒരു ഐക്ക് കണ്ണുകൾ ഇതിവിടെ നിൽക്കിയാൽ ഇത് ഓരോ സ്ഥലത്തിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നമ്മളിതിവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്തു, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് കീ ഫ്രെയിം പുറത്ത് പോയിട്ട് ഇനി നമുക്കിത് എന്താ ചെയ്യുക, കുറച്ചൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. ഈ ഫ്ലെയറിൻ്റെ ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ കുറക്കൊക്കെ ചെയ്യട്ടോ. എൻ്റർ നിൽക്കിയിട്ട് ഒന്ന് റെൻഡർ ചെയ്യാൻ കൊടുത്ത് റെൻഡർ ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് കീ ഫ്രെയിം കൊടുത്ത അതേ രൂപത്തിൽ വന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്. ഇപ്പോൾ കീ ഫ്രെയിം ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ തണ്ട ഈ പ്ലേ ഹെഡ് ഇവിടെ നമ്മൾ ഈ പ്ലേ ഹെഡ് കുറച്ച് ഇവിടേക്ക് വെച്ചിട്ട് ഈ കീ ഫ്രെയിം കുറച്ച് ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ കണ്ട, പിന്നെ ഒന്ന് റെൻഡർ ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഒന്ന് പ്ലേ ചെയ്താൽ എന്തായി, ലെൻസ് ഫ്ലെയർ എഫക്റ്റും സെറ്റായിട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സിനിമാറ്റിക് ബാർ പറഞ്ഞു, മിറർ പറഞ്ഞു, ലെൻസ് ഫ്ലെയർ പറഞ്ഞു.